നമസ്കാരം. ഇന്ന് നമുക്ക് സ്മാർട്ട് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ. ഡ്രീമി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡ്രീമി D9 Max Gen 2 എന്ന് പറയുന്ന റോബോട്ട് വാക്വം ക്ലീനർ ആണിത്. ഇതിനു മുമ്പും ഡ്രീമിയുടെ ഒരു റോബോട്ട് വാക്വം ക്ലീനർ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറേ അധികം ആളുകൾ പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾക്കുള്ള മറുപടിയോടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു റോബോട്ട് വാക്വം ക്ലീനർ വാങ്ങണോ വേണ്ടിയോ എന്നുള്ള സംശയം നിങ്ങൾക്ക് മാറി കിട്ടും. ആമസോണിലും ഡ്രീമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് 20,000 രൂപയുടെ താഴെ ഉള്ളൂ. അപ്പോൾ എത്ര രൂപയാണ് ഇതിന്റെ ഫൈനൽ പ്രൈസ് എന്നുള്ള കാര്യമൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട, നേരെ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ല അടിപൊളി ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയിട്ടുള്ളത്. സാധാരണ ഒരു ഇന്റർനാഷണൽ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്ന പാക്കിംഗ് ഉണ്ടല്ലോ, അതേപോലെയുള്ള നല്ല ക്വാളിറ്റി പാക്കിങ്ങിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക യൂസർ മാനുവൽ, വാറന്റി കാർഡ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി ബോക്സ് കണ്ടന്റ് ആയിട്ട് മറ്റെന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള ഡ്രീമി D9 Max Gen 2 വാക്വം ക്ലീനർ ആണ്. അത് ഇതേപോലെ ഒരു കവറിനുള്ളിൽ വളരെ ഭദ്രമായിട്ട് തന്നെ വളരെ സേഫ് ആയിട്ട് ആണ് പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് വെളിയിലെടുത്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് കളർ റോബോട്ട് വാക്വം ക്ലീനർ ആണ്. അതിനോടൊപ്പം ചാർജിംഗ് ഡോക്കും പവർ അഡാപ്റ്ററും ഉണ്ട്. പിന്നെ ഒരു സൈഡ് ബ്രഷ് ഉണ്ട്, 235 ml വാട്ടർ ടാങ്ക്. ഇനി ഇതിനൊപ്പം ഒരു ഡസ്റ്റ് കണ്ടെയ്നർ ഉണ്ട്. ഇതേപോലെ അത് വാക്വം ക്ലീനറിനുള്ളിൽ പ്ലേസ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് ഡ്രീമിയുടെ D9 Max റോബോട്ട് വാക്വം ക്ലീനർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂവും കാര്യങ്ങളും ഒക്കെ നോക്കാം. കാരണം എല്ലാ കാര്യങ്ങളും ഈ റോബോട്ട് വാക്വം ക്ലീനറിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റോബോട്ട് വാക്വം ക്ലീനറിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് കളറിൽ മാറ്റ് ഫിനിഷിംഗിലാണ് വന്നിട്ടുള്ളത്. നല്ല സ്ട്രോങ് ബോഡിയാണ്. അതേപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഡ്രീമിയുടെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. സെൻട്രലായിട്ട് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ലേസർ സെൻസർ നമുക്കിതിൽ കാണാൻ സാധിക്കും. മാത്രമല്ല അതിനടുത്തായിട്ട് തന്നെയാണ് പവർ ബട്ടണും ഹോം ബട്ടണും നൽകിയിട്ടുള്ളത്. സൈഡ് വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലായിട്ട് ബമ്പർ നൽകിയിട്ടുണ്ട്. അതിന്റെ സെൻട്രലായിട്ട് തന്നെയാണ് ഡോഗ് സെൻസറും കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ എയർ ഔട്ട്ലെറ്റും സ്പീക്കറും ഉൾപ്പെടുന്ന ഹോൾസ് ഉള്ള ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അവിടെ വേറെ ഫംഗ്ഷനുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഇനി ഇതിന്റെ ബോട്ടം നോക്കിയാൽ സൈഡ് ബ്രഷ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഭാഗം, ഒമ്നി ഡയറക്ഷനിലുള്ള ഒരു വീല്, മെയിൻ ബ്രഷിന്റെ രണ്ട് സൈഡിലുമായിട്ട് വലിയ രണ്ട് വീലുകളും കാണാൻ സാധിക്കും. ഒപ്പം ഇതിന്റെ സൈഡിലായിട്ട് 4 ക്ലിപ്പ് സെൻസറുകളും നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന മെയിൻ ബ്രഷ് ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനായിട്ട് ബ്രഷ് നമുക്ക് ഊരിയെടുക്കണം. ബ്രഷിന് മുകളിൽ ഒരു ബ്രഷ് ഗാർഡ് നൽകിയിട്ടുണ്ട്. അതിൽ 2 ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പിൽ അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ബ്രഷ് ഗാർഡ് റിമൂവ് ചെയ്യാനും അതിനുശേഷം ബ്രഷ് എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനും എടുത്ത പോലെ തന്നെ വാക്വം ക്ലീനറിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാനും ഇതേപോലെ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ വാട്ടർ ടാങ്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്നതാണ് ഇതിന്റെ വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കിന്റെ ഒരു വർഷത്തായിട്ട് മോപ്പ് ഇതേപോലെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് ഒട്ടിയിരുന്നോളും. അത് നമുക്ക് ഈ രീതിയിൽ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. റിമൂവ് ചെയ്ത് ചെളിയൊക്കെ കൂടുതലാകുന്ന സമയത്ത് നമുക്കിത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് എങ്ങനെയാണോ ഒട്ടിച്ചിരുന്നത് അതേപോലെ തിരിച്ച് നമുക്കിത് വാട്ടർ ടാങ്കിലേക്ക് ഒട്ടിച്ചു വെക്കണം. ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തന്നെ ഇത് പ്രോപ്പർ ആയിട്ട് ഒട്ടിക്കുള്ളൂ. ഇനി വാട്ടർ ടാങ്കിലേക്ക് വാട്ടർ ഫിൽ ചെയ്യാനായിട്ട് വാട്ടർ ഇൻലെറ്റിന്റെ ക്യാപ്പ് ഇതേപോലെ വലിച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വാട്ടർ ഫിൽ ചെയ്യുമ്പോൾ മറ്റ് ക്ലീനിങ് ലിക്വിഡുകളൊന്നും ഉപയോഗിക്കരുത്. ഈ വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി 235 ml ആണ്. വാക്വം ക്ലീനറിലേക്ക് ഈ ഒരു വാട്ടർ ടാങ്ക് അറ്റാച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിന്റെ സൈഡിലുള്ള ഈ 2 ക്ലിപ്പുകൾ അമർത്തി പിടിച്ചത് ഇതേപോലെ ജസ്റ്റ് നമുക്ക് വാക്വം ക്ലീനറിന്റെ അടിഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വാട്ടർ ടാങ്ക് ഡിറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ക്ലിപ്പിൽ തന്നെ അമർത്തി പിടിച്ചുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാക്വം ക്ലീനറിൽ നിന്ന് ഇത് ഡിറ്റാച്ച് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതിന്റെ മുകളിൽ ഡ്രീമി എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗം മുകളിലേക്ക് ഇങ്ങനെ തുറക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ഡെസ്റ്റ് ബോക്സും റീസെറ്റ് ബട്ടണും വൈഫൈ ഇൻഡിക്കേറ്ററും ഒരു QR കോഡും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു ബ്രഷൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്കിത് ക്ലീൻ ചെയ്യാൻ ഒക്കെ ഉപകാരപ്പെടും. അത് നല്ല രീതിയിലാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ ഡസ്റ്റ് ബോക്സും ഇടയ്ക്കൊക്കെ എടുത്ത് എംറ്റി ചെയ്യേണ്ടതായിട്ടുണ്ട്, ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് പൊക്കിയത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഡസ്റ്റ് ബോക്സിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ഫിൽറ്റർ നൽകിയിട്ടുണ്ട്. ഫിൽറ്റർ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഊരിയെടുക്കാനും ക്ലീൻ ചെയ്ത് വീണ്ടും ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനും പറ്റും. 570 ml ആണ് ഈ ഡസ്റ്റ് ബോക്സിന്റെ കപ്പാസിറ്റി. ഡസ്റ്റ് ബോക്സും ക്ലീൻ ചെയ്തതിനു ശേഷം തിരിച്ച് എങ്ങനെയാണോ ഊരിയെടുത്തത് അതുപോലെ ഇതിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വാക്വം ക്ലീനറിൽ കയറി ഫിക്സ് ആയിട്ട് ലോക്ക് ആയിക്കോളും. ഇനി നമുക്കിത് ഉപയോഗിക്കാനായിട്ട് ജസ്റ്റ് ഇതിലൊരു സൈഡ് ബ്രഷ് മാത്രം അറ്റാച്ച് ചെയ്താൽ മതി. അപ്പൊ ഇതിനോടൊപ്പമുള്ള സൈഡ് ബ്രഷ് അറ്റാച്ച് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ റോബോട്ട് വാക്വം ക്ലീനറിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ആയിട്ട് പറയാനുള്ളത്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഡീപ്പ് സെക്ഷനിങ് സാധിക്കുന്ന ഒരു വാക്വം ക്ലീനർ ആണിത്. ഇതിന്റെ സെക്ഷൻ പവർ 6000 PA ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഡീപ്പ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള സെക്ഷനിങ് ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും.
4 സെക്ഷൻ ലെവലുകൾ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ സർഫസിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ റൂമിനനുസരിച്ചുള്ള സെക്ഷൻ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വാക്വം ക്ലീനർ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല ഇതിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള റൂം മാപ്പിംഗ്, അതായത് നമ്മുടെ ഫ്ലോർ മാപ്പിംഗ് ഇന്റലിജന്റ് ആയിട്ട് തന്നെ ഈ ഒരു വാക്വം ക്ലീനർ ചെയ്യും. ഇനി വാക്വം ക്ലീനർ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുകയും അത് കൺട്രോൾ ചെയ്യാനുമായിട്ട് ഡ്രീമി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതിന്റെ ഈ ഡോറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചാണ്. ഈ QR കോഡ് ഇങ്ങനെ സ്കാൻ ചെയ്താൽ മതി. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പറോ കൊടുത്ത് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡ്രീമി ആപ്പിൽ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഡ്രീമിയുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ആപ്പിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്ന ഉടനെ ആ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. പുതുതായിട്ട് നിങ്ങൾ ഡ്രീമി പ്രൊഡക്റ്റ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മൾട്ടിപ്പിൾ ഡ്രീമി ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു QR കോഡ് വീണ്ടും ഒന്ന് സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ റോബോട്ട് ടേൺ ഓൺ ചെയ്യാൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് ടേൺ ഓൺ ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ റോബോട്ട് വാക്വം ക്ലീനറിലുള്ള ഈ 2 ബട്ടണുകൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഒരു 3 സെക്കൻഡ് വെക്കണം. അപ്പൊ ഇതേപോലെ ഒരു സൗണ്ട് വരും. അതിനുശേഷമേ ഇവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാവൂ. ഇപ്പൊ അടുത്ത സ്റ്റെപ്പിൽ വൈഫൈയുടെ പാസ്വേഡ് കൊടുക്കാനായിട്ട്, അതായത് അവൈലബിൾ വൈഫൈ ഏതാണോ അതിന്റെ പാസ്വേഡ് കൊടുക്കാൻ ചോദിക്കും. ജസ്റ്റ് വൈഫൈ പാസ്വേഡ് കൊടുക്കുന്നു. ഇപ്പം ഡിവൈസ് സെർച്ച് ചെയ്ത് ഇവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡിവൈസ് നമ്മൾ ഓൺ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഡിവൈസ് ഇവിടെ ഫൗണ്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ഫുള്ളി ആപ്പുമായിട്ട് ഡിവൈസ് കണക്ട് ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് മാപ്പിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ആപ്പിനുള്ളിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫാസ്റ്റ് മാപ്പിംഗ് എന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമോ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഫ്ലോറോ അത് മാപ്പ് ചെയ്യും. മാപ്പ് ചെയ്തതിനു ശേഷമായിരിക്കും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഈ റോബോട്ട് വാക്വം ക്ലീനറിന്റെ ചില പ്രത്യേകതകളുണ്ട്. അതിനുശേഷം ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ റോബോട്ട് വാക്വം ക്ലീനർ നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ റോബോട്ട് വാക്വം ക്ലീനറിനും ഓൺ സ്പോട്ട് ചാർജ്, അതായത് ബാറ്ററി ലോ ആകുന്ന സമയത്ത് തന്നെ, അതായത് ഒരു 10% ഒക്കെ ബാറ്ററി എത്തി കഴിയുമ്പോൾ തന്നെ ഇത് പോയിട്ട് ചാർജ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ ആ ടാസ്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി ചാർജ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമേ ബാക്കി വർക്ക് ചെയ്തുള്ളൂ. അതായത് 1% വരെ വെയിറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഡെഡ് ആയിട്ട് കിടക്കത്തില്ല. ചാർജ് ആവശ്യമുള്ളപ്പോൾ പോയി ചാർജ് ചെയ്യും, ബാക്കി വർക്ക് അതിന് ശേഷം വന്ന് ചെയ്യും. അങ്ങനെയാണ് ഈ റോബോട്ട് വാക്വം ക്ലീനറുകളൊക്കെ തന്നെ വർക്ക് ആകുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമുകൾക്കിടയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 20 mm വരെയുള്ള ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് അതിന് മണ്ടേ കൂടെ കയറിപ്പോക്കോളും. പിന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി 5200 mAh ആണ്. 2400 സ്ക്വയർ ഫീറ്റ് ഒരു ഫുൾ ചാർജിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് തരും. 285 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. മോപ്പ് ചെയ്യുകയാണെങ്കിലും സെക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 285 മിനിറ്റ് വർക്ക് ചെയ്യുമെന്നാണ് ബ്രാൻഡ് പറയുന്നത്. പക്ഷെങ്കിൽ നമ്മളുടെ റൂമിനുള്ളിലെ കണ്ടീഷൻ എങ്ങനെയാണ് അതിനൊക്കെ അനുസരിച്ചായിരിക്കും ആ ഒരു ടൈം പീരീഡ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ വിർച്വൽ ബൗണ്ടറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഒരു റൂം ക്ലീൻ ചെയ്യാനായിട്ട് കയറ്റി വിട്ടു, പക്ഷെങ്കിൽ ബാത്റൂമിന്റെ ഡോർ തുറന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ എടുത്ത് ബാത്റൂമിലേക്ക് ചാടും. അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമുക്ക് വിർച്വൽ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് പിന്നെ പോകത്തില്ല. പിന്നെ ഇതിൽ വോയിസ് കൺട്രോളും ഉണ്ട്. ഗൂഗിൾ അസിസ്റ്റന്റും അലക്സയും ഒക്കെ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഡ്രീമി ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സിസ്റ്റം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രീമി ആപ്പിനുള്ളിൽ കുറച്ച് ഓപ്ഷൻസ് കൂടെ ഉണ്ട്. അതുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഞാനിവിടെ ഡ്രീമി ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ എത്ര ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ഡിവൈസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയാണ്. അതിനുശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഡിവൈസ് സെറ്റിംഗ്സിൽ വരികയാണ്. ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ലാംഗ്വേജ്, വോളിയം അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ, ഡിസേബിൾ ചെയ്യാം. കാർപ്പറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ റൂമിനുള്ളിൽ പലയിടത്തായിട്ട് കാർപ്പറ്റുകൾ ഉണ്ടെങ്കിൽ കാർപ്പറ്റിൽ കയറുന്ന സമയത്ത് മാത്രം ഇതിന്റെ സെക്ഷൻ പവർ ഇൻക്രീസ് ചെയ്യും. ടർബോ സെക്ഷൻ പവറിലേക്ക് പോകും. അതിനുശേഷം കാർപ്പറ്റിൽ തിരിച്ചറിയാൻ കഴിയുമ്പോൾ നോർമൽ സെക്ഷനിങ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് കാർപ്പറ്റിൽ കയറുന്ന നല്ല സെക്ഷൻ പവർ ഉണ്ടെങ്കിൽ അതിലെ പൊടിയോ അഴുക്കും ഒക്കെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം കാർപ്പറ്റിന് വേണ്ടി മാത്രം നമുക്ക് കാർപ്പറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ കൊടുക്കാം. പിന്നെ ചൈൽഡ് ലോക്ക് നമുക്ക് എനേബിൾ ചെയ്തിടാം. അതേപോലെ തന്നെ റിസ്യൂം ക്ലീനിങ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടു, ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ബാറ്ററി അങ്ങ് തീർന്നു പോയി. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബാറ്ററി തീർന്നു. അപ്പം നേരെ ഇത് പോയിട്ട് ചാർജ് ചെയ്ത് പിന്നെ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ചാർജ് ആയി കഴിയുമ്പോൾ നേരെ തിരിച്ചു വരും. തിരിച്ചു വന്ന് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് ഇത് റിസ്യൂം ചെയ്ത്, മനസ്സിലായി? അപ്പൊ ആ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ റിസ്യൂം ക്ലീനിങ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും പിന്നീട് ഇത് ഫംഗ്ഷൻ ചെയ്യുക. പിന്നെ അതിനോടൊപ്പം DND മോഡ് എനേബിൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലീനിങ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മുടെ റൂമും ലിവിംഗ് റൂമും എല്ലാം ക്ലീൻ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ടൈമിംഗ് സെറ്റ് ചെയ്ത് ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഉറങ്ങുമായിരിക്കും. പക്ഷെങ്കിൽ വാക്വം ക്ലീനർ ഉണർന്ന് വന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിടും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇവിടെ ക്ലീനിങ് ഹിസ്റ്ററി അറിയാൻ പറ്റും. എത്രയും ക്ലീൻ
ചെയ്തു, ഏത് രീതിയിലാണ് ക്ലീൻ ചെയ്തത്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അക്സസറി യൂസേജ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു വാക്വം ക്ലീനറിലെ അക്സസറീസ് എത്ര പെർസെന്റേജൂടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിൽറ്റർ, സൈഡ് ബ്രഷ്, മെയിൻ ബ്രഷ്, അങ്ങനെ 3 അക്സസറീസ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആപ്പിനുള്ളിൽ ഇത്രയും സെറ്റിംഗ്സ് ഉണ്ട്. ഇനി ആപ്പിന് ഹോം സ്ക്രീനിലേക്ക് വരുന്നുണ്ട്, ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ നമുക്ക് ഓൾ, അതേപോലെ റൂം, സോൺസ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫ്ലോർ മൊത്തം നമ്മളിപ്പം ക്ലീൻ ചെയ്യാൻ വിടുകയാണെന്നുണ്ടെങ്കിൽ ഓൾ കൊടുത്തിട്ട് ജസ്റ്റ് ഓൺ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഇപ്പം നേരെ പോയിട്ട് ആ ഫ്ലോർ മൊത്തം 1 by 1 ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് വരും. ഇനി അടുത്ത സെറ്റിംഗ്സ് റൂംസ് എന്ന് പറയുന്ന സെറ്റിംഗ്സ് ആണ്. ജസ്റ്റ് റൂംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോ റൂമുകൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ വീടിന്റെ ഓരോ റൂംസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഈ റൂമിലേക്കാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ആ റൂം സെലക്ട് ചെയ്തു. എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യണമെന്നുള്ളത് X1 കൊടുത്തിരിക്കുന്നിടത്ത് X2, X3 അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. X3 ആണ് മാക്സിമം, നമുക്ക് X2 കൊടുത്താൽ മതി. 2 പ്രാവശ്യം ക്ലീൻ ചെയ്യാനുള്ളത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്വം ക്ലീനർ നേരെ ഇറങ്ങി പോയിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് നേരെ തിരിച്ചു വന്ന് ഡോക്കിൽ കയറിക്കോളും. അപ്പൊ അതാണ് ഈ റൂം എന്ന് പറയുന്ന സെറ്റിംഗ്സ്. ഇനി ഓൾ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ കാണിച്ചതുപോലെ തന്നെ എല്ലാ റൂമുകളും ഒരുമിച്ച് 1 by 1 ആയിട്ട് ഇവിടെ നിന്ന് പോയിട്ട് ക്ലീൻ ചെയ്തോളും. ഇനി ഈ സെയിം പേജിൽ തന്നെ നോ ഗോ സോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ ആണ്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിലെ എല്ലാ റൂമുകളും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഈ റൂമിൽ ഏതെങ്കിലും പോർഷനിൽ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നോ മോപ്പ് സോൺ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നോ ഗോ സോൺ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു റൂമില് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ക്ലീൻ ചെയ്യണ്ട, റോബോട്ട് വാക്വം ക്ലീനർ പോകണ്ട ഈ ഒരു ഭാഗത്ത്, അങ്ങനെയുള്ള ആ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ റൂമിലെ ഇത്രയും ഭാഗം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഈ ഭാഗത്ത് വാക്വം ക്ലീനർ പോകത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ ആഡ് ചെയ്യാൻ പറ്റും, നോ മോപ്പ് സോൺ. അതായത് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് മോപ്പ് ചെയ്യേണ്ടാത്ത ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതേപോലെ നോ മോപ്പ് സോൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ വിർച്വൽ വാൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ രീതിയിൽ. ഇപ്പം ബാത്റൂമിന്റെ ഒക്കെ ഡോറിന്റെ ഓപ്പണിംഗ് ഇതിൽ ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വിർച്വൽ വാൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം ഓപ്പൺ ആയിട്ട് കിടന്നാൽ പോലും ഇത് പോയി ബാത്റൂമിലേക്ക് വാക്വം ക്ലീനർ പോയിട്ട് ചാടത്തില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സെറ്റിംഗ്സുകളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3 ഓപ്ഷൻസ്. വളരെ യൂസ്ഫുൾ ആവും. നിങ്ങൾ ഈ ഒരു വാക്വം ക്ലീനർ വാങ്ങി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നോ ഗോ സോൺ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഇവിടെ ക്ലീനിങ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നാൽ ക്ലീനിങ് മോഡ് ഇവിടെ 3 മോഡാണ് മോപ്പിംഗ് മോഡ് നൽകിയിട്ടുള്ളത്. അത് സ്ട്രോങ്ങും മീഡിയവും ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ഈ 3 മോഡിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാം. പിന്നെ സെക്ഷൻ സെറ്റിംഗ്സിൽ ക്വയറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്ട്രോങ് ആൻഡ് ടർബോ ഉണ്ട്. ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെക്ഷൻ ആയിരിക്കും. ടർബോയിൽ ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാനത് ടർബോയിൽ യൂസ് ചെയ്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തീരുന്ന പോലെ തോന്നുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് നോയ്സും ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്റ്റാൻഡേർഡിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ, സ്ട്രോങ്ങും ഇടേണ്ട, സ്റ്റാൻഡേർഡിൽ ഇട്ടാൽ തന്നെ ഒരു 2 പ്രാവശ്യം റൂം ക്ലീൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൊടിയും വഴുക്കും വലിച്ചീവൻ എടുത്തോളും. സ്റ്റാൻഡേർഡിൽ തന്നെ നടക്കും. സ്റ്റാൻഡേർഡിലാണെന്നുണ്ടെങ്കിൽ തന്നെ വലിയ സൗണ്ടും ഇല്ല, വലിയ ഇരപ്പൊന്നും ഇല്ല, സൈലന്റ് ആയിരിക്കും വർക്കിംഗ് ഒക്കെ. 2 പ്രാവശ്യം നമ്മൾ റൂം ക്ലീനിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ 2 രീതിയിലായിരിക്കും. നേരെ ഒന്ന് ക്ലീൻ ചെയ്യും, പിന്നെ കുറുകെ ഒന്ന് ക്ലീൻ ചെയ്യും. ആ ഒരു 2 ക്ലീനിങ്ങിൽ മൊത്തം പൊടി അഴുക്കും പിടിച്ചെടുത്തോളും. പിന്നെ അതിന് താഴെയായിട്ട് വാട്ടർ വോളിയം സെറ്റിംഗ് ഉണ്ട്. അത് ലോ വേണോ, മീഡിയം വേണോ, ഹാർഡ് വേണോ എന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. കാരണം ഇതിന്റെ അടിയിലെ മോപ്പ് പാടിയിലേക്ക് വാട്ടർ വീഴുന്നതും നമ്മൾ എത്രയും ബെറ്റാക്കിയിട്ട് വേണം തുടയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി മാപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനുകളുണ്ട്, അതുകൂടെ മനസ്സിലാക്കി വെച്ചോളൂ. കാരണം ഇങ്ങനെ ഒരു റോബോട്ട് വാക്വം ക്ലീനർ വാങ്ങിയതിനു ശേഷം നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ മാപ്പ് മാനേജ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫ്ലോർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഒരു ഫ്ലോർ ആഡ് ചെയ്തു, ഇനി അടുത്ത ഫ്ലോർ കൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് മാപ്പിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ഫ്ലോറിൽ ഈ റോബോട്ട് വാക്വം ക്ലീനറും അതിന്റെ ഡോക്കും കൊണ്ടുവച്ചതിന് ശേഷം ഫാസ്റ്റ് മാപ്പിംഗ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോറും ഫുള്ളും മാപ്പ് ചെയ്യും. അതിനുശേഷം ഇതേപോലെ മാപ്പ് 1, മാപ്പ് 2, മാപ്പ് 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്രിയേറ്റ് ആവും. നമുക്ക് ഏത് ഫ്ലോറിലാണോ ഏത് മാപ്പിലാണോ ഇവനെ ഓടിക്കേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോറിന്റെ മാപ്പിംഗിലായിരിക്കും പിന്നീട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റോബോട്ട് വാക്വം ക്ലീനറിൽ ഇത്രയും ഫീച്ചേഴ്സും സെറ്റിംഗ്സും ഒക്കെയാണ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 18,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഇപ്പം ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫെസ്റ്റിവൽ സീസൺസിലൊക്കെയാണ് നിങ്ങൾ ബൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലും വിലക്കുറവിൽ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയപ്പോൾ പലരും അതിന്റെ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇതിനൊക്കെ സർവീസ് കിട്ടുമോ, എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ എന്തെടുക്കും എന്നുള്ളത്. ഇതിന് കമ്പനി 1 year വാറന്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആമസോണിൽ നിന്നൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് വാറന്റിയോട് കൂടി ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 year 2 year ഒക്കെ എക്സ്റ്റൻഡഡ് വാറന്റിയും കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അതിനുശേഷം ഇതിന്റെ വാറന്റി മൊത്തം നമ്മൾ ഓൺലൈൻ കസ്റ്റമർ സപ്പോർട്ട്
സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ വാറണ്ടി കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ ഇൻവോയ്സ് ഉണ്ട്, നമുക്ക് ആ ഇൻവോയ്സ് വെച്ചിട്ട് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഇതുപോലെ പല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ വാറണ്ടി ഞാൻ കറക്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകിൽ റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ പുതിയ പ്രൊഡക്റ്റ് റീപ്ലേസ്മെന്റ് ചെയ്തെടുക്കാറുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് നമ്മളിപ്പോൾ അടുത്തൊരു കടയിൽ കൊടുത്ത് സർവീസ് സെന്ററിൽ കൊടുത്ത് റിപ്പയർ ചെയ്യണം എന്നുള്ളൊരു തോന്നലുള്ളത്. അല്ലാതെയും നമുക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് വാറണ്ടി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ ഏകദേശം 165ഓളം സിറ്റീസിൽ ഇതിന്റെ കസ്റ്റമർ സപ്പോർട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ കസ്റ്റമർ സപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തേക്കാം, നമ്പറും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡ്രീമി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിൽ മാത്രം സെല് ചെയ്യുന്ന ഒരു ബ്രാൻഡ് അല്ല. ഇന്ത്യക്ക് വെളിയിലും പല രാജ്യങ്ങളിൽ ഡ്രീമി എന്ന് പറയുന്ന ബ്രാൻഡ് ഇതേപോലുള്ള വാക്യൂം ക്ലീനറുകൾ സെല് ചെയ്യുന്നുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു ബ്രാൻഡാണിത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് എഴുതുക. ഞാൻ കാണുന്ന എല്ലാ കമന്റുകൾക്കും തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ്. നമുക്ക് ഇതിൽ നല്ലൊരു അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.